കേരളത്തെ തന്നെ ഞെട്ടിച്ച ഒരു പ്രതിയുടെ കഥ, അയാളുടെ പ്രതികാരത്തിന്റെ കഥ. അടങ്ങാത്ത പകയിൽ ഓരോ കൊലപാതകം കഴിയുമ്പോൾ അയാളുടെ മുഖത്ത് ഒരു തെല്ലും കൂസലില്ല. പക്ഷെ അയാൾക്ക് ഒന്നേ പറയാനുള്ളൂ: ഞാൻ ഇനിയും കൊല്ലും. നീതിപീഠത്തെ നോക്കുകുത്തിയാക്കി നിർത്തി കോടതി മുറിയിൽ ചെന്താമര എന്ന കൊടും കുറ്റവാളി വിലസുമ്പോൾ കേരളം ഒരുപാട് ഭയക്കേണ്ടിയിരിക്കുന്നു. ഇത് ഒരു ചെന്താമരയുടെ ഭാവമല്ല, 1000 ചെന്താമരമാരുടെ ഭാവം തന്നെയാണ്. ഈ നിയമത്തിന് ഞങ്ങളെ ഒരു പുല്ലും ചെയ്യാൻ കഴിയില്ല എന്ന അഹംഭാവം. ആ ഭാവം വെച്ച് പൊറപ്പിക്കും തോറും ഇനിയും അടങ്ങാത്ത പകയുമായി ഒരുപാട് ചെന്താമരകൾ വിരിയും. ഇന്ന് ഈ നീതിപീഠത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ ഗാന്ധിജിയൊന്നുമല്ല, വേണ്ടി വന്നാൽ ഇനിയും കൊല്ലുമെന്ന് ഒരു കൂസലുമില്ലാതെ പറയണമെങ്കിൽ അതിനു പിന്നിൽ അയാൾക്ക് ലഭിച്ച ധൈര്യം ആദ്യ കൊലപാതകത്തിന് ശേഷം കിട്ടിയ ജാമ്യമാണ്, പിന്നീട് കൊല ചെയ്യാൻ കിട്ടിയ അവസരവും. BNS 103, 126 വകുപ്പുകൾ പ്രകാരമാണ് ചെന്താമര കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയത്. പാലക്കാട് അഡീഷണൽ സെഷൻ കോടതിയിലായിരുന്നു കണ്ടെത്തൽ. വിചാരണ നടപടികൾ പൂർത്തിയാക്കി വിധി കേൾക്കാനായി കോടതി മുറിയിൽ എത്തിച്ചപ്പോഴും പ്രതിക്ക് തെല്ലും കുറ്റബോധമോ ഭയമോ ഉണ്ടായിരുന്നില്ല. ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട് കോടതിയോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ജഡ്ജി ആവർത്തിച്ച് ചോദിച്ചപ്പോൾ തനിക്ക് ഒന്നുമേ പറയാനില്ല എന്നും എന്ത് വേണമെങ്കിലും എഴുതിക്കോളൂ, വേണമെങ്കിൽ തൂക്കിക്കൊന്നോളൂ എന്നുമായിരുന്നു ഇയാളുടെ മറുപടി. അഹങ്കാരവും ധിക്കാരവും നിറഞ്ഞ അയാളുടെ ആ നിലപാട് രാജ്യം വെച്ചു പുറപ്പിക്കരുത്. ഒരു പ്രതികാരദാഹിയായ രക്തരക്ഷസിനെ പോലെ ചെന്താമരയെ മാറിയ ചരിത്രം തുടങ്ങുന്നത് 2019-ലാണ്. സ്വന്തം ഭാര്യ പിണങ്ങി പോകുവാനും കുടുംബം തകരാനുമുള്ള കാരണം അയൽവാസിയായ സജിതയാണെന്ന് ആരോപിച്ചായിരുന്നു 2019 ഓഗസ്റ്റ് 31 ചെന്താമര സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഈ കേസിൽ ഇയാൾക്ക് വിചാരണ കോടതി മുൻപ് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. എന്നാൽ സജിത വധക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ ഇയാൾ ജാമ്യ വ്യവസ്ഥകൾ കാറ്റിൽ പറത്തി പോത്തുണ്ടിയിലെത്തി സജിതയുടെ കുടുംബത്തോട് വീണ്ടും പകവീട്ടാൻ പദ്ധതി ഒരുക്കുകയായിരുന്നു. 2025 ജനുവരി 27 രാവിലെയാണ് കേരളത്തെ ഞെട്ടിച്ച ആ ദുരന്തം പിന്നീട് നടക്കുന്നത്. എലവഞ്ചേരിയിലെ കടയിൽ നിന്നും മുൻകൂട്ടി വാങ്ങി സൂക്ഷിച്ച മാരക ആയുധങ്ങളുമായി കൊടുവാളുമായി ചെന്താമര സുധാകരന്റെ വീടിന് മുന്നിലെത്തുകയും അദ്ദേഹത്തെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയുമായിരുന്നു. അയാളുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ 75-കാരിയായ അമ്മ ലക്ഷ്മിയമ്മയെയും ഇയാൾ അതേ വാളുകൊണ്ട് വെട്ടിവീഴ്ത്തി. കൃത്യത്തിന് ശേഷം വനമേഖലയിലേക്ക് കടന്നുകളഞ്ഞ ഇയാളെ 2 ദിവസത്തിന് തെരച്ചിലിനൊടുവിലാണ് പോലീസ് മട്ടായി വനത്തിനുള്ളിൽ നിന്നും പിടികൂടിയത്. അന്വേഷണ വേളയിൽ പോലീസിനെ പോലും ഞെട്ടിച്ച വിവരങ്ങളാണ് പിന്നീട് പുറത്തു വന്നത്. സുധാകരനെയും ലക്ഷ്മിയെയും കൊന്നതുകൊണ്ട് മാത്രം ഇയാളുടെ രക്തദാഹം അടങ്ങിയിരുന്നില്ല. സ്വന്തം ഭാര്യ, മകൾ, മകളുടെ ഭർത്താവായ പോലീസുകാരൻ, ഭാര്യ സഹോദരൻ, നാട്ടുകാരായ 3 സ്ത്രീകൾ എന്നിവരെ കൂടി വെട്ടിക്കൊല്ലാനായിരുന്നു ഇയാളുടെ പദ്ധതി. അത്രമാത്രം മനോനില തെറ്റിയ വൈരാഗ്യത്തോടെയാണ് അയാൾ അന്ന് ആയുധവുമായി ഇറങ്ങിത്തിരിച്ചത്. കേസിലെ 132 സാക്ഷികളിൽ 4 പേർ വിചാരണ വേളയിൽ കൂറുമാറിയെങ്കിലും അന്വേഷണ സംഘം സമർപ്പിച്ച 480 പേജുള്ള കൃത്യമായ കുറ്റപത്രവും ഫോറൻസിക് പരിശോധന ഫലങ്ങളും ശാസ്ത്രീയ തെളിവുകളും പ്രോസിക്യൂഷന് വലിയ കരുത്തായി മാറുകയായിരുന്നു. കൊടുവാൾ വാങ്ങിയ കടയുടമയുടെ മൊഴിയും മജിസ്ട്രേറ്റ് കോടതിയിൽ രേഖപ്പെടുത്തിയ രഹസ്യമൊഴികളും കേസിൽ നിർണായക തെളിവുകളായി കോടതി സ്വീകരിച്ചു. ജാമ്യത്തിലിറങ്ങി തൊട്ടടുത്ത അയൽവാസികളായ 2 പേരെ അതിക്രൂരമായി കൊലപ്പെടുത്തിയതും മുൻപും സമാനമായ കൊലപാതകം നടത്തിയ ചരിത്രമുള്ളതും കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. കേസ് അപൂർവങ്ങളിൽ അപൂർവമായി പരിഗണിച്ച പ്രതിക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ശക്തമായി വാദിച്ചത്. മറ്റന്നാൾ വിധി പ്രസ്താവിക്കുമ്പോൾ ഈ ക്രൂരനായ കൊലയാളിക്ക് തൂക്കുകയർ തന്നെ ലഭിക്കുമെന്ന കാത്തിരിപ്പിലാണ് നാടൊന്നാകെ.